നമസ്കാരം. റിലീസിനൊരുങ്ങി പരുത്തിവീരൻ. അമീറിന്റെ രചനയും സംവിധാനത്തിലും കാർത്തി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് പരുത്തിവീരൻ. 2007 പുറത്തിറങ്ങിയ തമിഴ് റിലീസാണ് കാർത്തിയുടെ അരങ്ങേറ്റ ചിത്രം. റൂറൽ എന്റർടൈനർ മെഗാ ഹിറ്റായി മാറിയതിനാൽ കാർത്തിയുടെ സ്വപ്ന അരങ്ങേറ്റമായിരുന്നു ചിത്രം. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ 300 ദിവസത്തിലധികം പരുത്തിവീരൻ തിയേറ്ററുകളിൽ ഭരിച്ചു. വീണ്ടും ബിഗ് സ്ക്രീനുകളാൽ എത്താനൊരുങ്ങുന്ന ചിത്രത്തിന്റെ റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഉടൻ റിലീസ് ചെയ്യും. കാർത്തിയുടെ ചിത്രം ഗംഭീരമായി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 17 വർഷത്തിന് ശേഷമാണ് ചിത്രം എത്തുന്നത്. ചിത്രം വിവാദത്തിലാകുമോ എന്ന് ആരാധകർ കാത്തിരിക്കുന്നതിനിടെയാണ് പരുത്തിവീരന്റെ റിലീസ് പ്ലാൻ വിവാദമാവുന്നത്. അടുത്തിടെ പരുത്തിവീരൻ നിർമ്മാതാവ് KE ജ്ഞാനവേൽ രാജയും ചിത്രത്തിന്റെ സംവിധായകൻ അമീറും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. സിനിമയുടെ നിർമ്മാണ മൂല്യനിർണ്ണയ വേളയിൽ വ്യാജ ബില്ലുകൾ സമർപ്പിച്ചുവെന്ന് KE ജ്ഞാനവേൽ രാജ ആരോപിച്ചു. കൂടാതെ ഒരു പൊതുവേദിയിൽ അദ്ദേഹം സംവിധായകനെ വിമർശിക്കുകയും ചെയ്തു. ഇത് അമീറിനെ അസ്വസ്ഥനാക്കുകയും നിർമ്മാതാവിന്റെ ആത്മാർത്ഥതയെ കടന്നാക്രമിച്ചെന്ന് സംവിധായകൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അമീറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തമിഴ് സിനിമയിലെ നിരവധി താരങ്ങൾ നിർമ്മാതാവിനെ പരിഹസിച്ച് സംവിധായകനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇരുപക്ഷവും തമ്മിലുള്ള സംസാരങ്ങൾ വിവാദത്തിന് കാരണമായി. തുടർന്ന് വിഷയം നിശബ്ദമാക്കാൻ KE ജ്ഞാനവേൽ രാജ ഒരു പത്രക്കുറിപ്പിലൂടെ ക്ഷമാപണം പങ്കുവച്ചു. എന്നാൽ പരുത്തിവീരൻ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള തർക്കം പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല. തിയേറ്ററുകളിൽ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം വീണ്ടും വിവാദം പുനരാരംഭിച്ചേക്കാം. അതുകൊണ്ട് കാർത്തിയുടെ ചിത്രം സുഗമമായി റിലീസ് ചെയ്യുമോ അതോ വീണ്ടും പ്രശ്നം നേരിടുമോ എന്ന് കാത്തിരുന്ന് കാണാം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.